ഏണിയും പാമ്പും കളിയിൽ എന്താണ് ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് ഏണിയിലൊക്കെ കയറി നൂറയിലെത്തും. അപ്പോഴേ ഒരു പാമ്പ് വന്ന് കടിച്ച്. ഇതാണ് കാളസർപ്പം. 99 പാമ്പ് കിടക്കുക. പോയി 100-ലെത്താൻ അങ്ങോട്ട് പോകുമ്പോൾ കിടക്കണ 0 വന്ന് നിൽക്കും. ഇതവസ്ഥയാണ് ഈ കാളസർപ്പമുള്ള വ്യക്തികൾക്ക് നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ പ്രയത്നത്തിൻ്റെ ഭയങ്കര പരമകാഷ്ടയിലെത്തുന്ന സമയത്ത് പെടയെന്ന് അവർ താഴോട്ട് പോകും. അങ്ങനെ നിൽക്കുന്ന ഒരാളോട് നമ്മളെ കയ്യിൽ പൈസയും ഉണ്ടാകില്ല, മനസ്സിന് ഡിപ്രഷൻ അടിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഒരു സഹതാപം പോലെ നോക്കുന്നുണ്ടാവും. ഇപ്പം നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ കുട്ടി കോളേജിൽ ടീനേജ് സമയത്ത് തന്നെ ഏതെങ്കിലും പ്രണയത്തിൽ കുരുങ്ങി അയാളുടെ കൂടെ പോയി. പിന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ ഇഷ്ടപ്പെടാതെ വന്ന് അവൾ തിരിച്ച് വീട്ടിൽ സ്വന്തം വീട്ടിൽ ആ ഒരു അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആ കുട്ടിയെ കുറ്റം പറയും, അവൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിക്കാതെ പോയി അങ്ങനെയൊക്കെ പക്ഷെ അതൊക്കെ യോഗമാണ്. അതിനാണ് ഈ ശരിക്കും ഗ്രഹനില ഈ തക്കുറിയൊക്കെ ജനിക്കുന്ന സമയത്ത് ഒരു തക്കുറി ഉണ്ടാക്കി വെക്കുക, ഒരു ജാതക വായന നടത്തുക എന്നൊക്കെ പറയണ പണ്ടുള്ളവരങ്ങനെ ചെയ്തിരുന്നു. കാരണം അപ്പം നമുക്ക് എല്ലാവരെയും കാണിക്കില്ല പണ്ട് ജാതകങ്ങളൊന്നും. കാരണം ഇത് നമ്മുടെ കുട്ടിയുടെ ഒരു വലിയ സംഭവമാണത്. അപ്പോൾ ആ സംഭവം അത് നമ്മൾ മാത്രം അറിഞ്ഞ് ഓരോ ദശയിലും ഓരോ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മഹാലക്ഷ്മി യോഗമുള്ളവരുണ്ടാവും, കേമദ്രുപ യോഗമുള്ളവരുണ്ടാവും, ഈ പറഞ്ഞ കാളസർപ്പം. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ മൈൽഡായിട്ട് അതിൻ്റെ രൂക്ഷത മാറ്റുന്ന രീതിയിലുള്ള ചെറിയ പൊടിക്കൈകളിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും. അല്ലാതെ എല്ലാവരും പോയി കാളഹസ്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ, കാളഹസ്തി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അമ്പലമാണ്, വായുതത്വത്തിലുള്ള ശിവലിംഗമാണ്, ബ്രഹ്മാവ് സ്ഥാപിച്ചതാണ്, ഒരുപാട് പ്രത്യേകതയുള്ളതാണ്. പക്ഷേ നമ്മൾ അവിടെ മാത്രം പോയി ഈ ഒരു കാര്യത്തിന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ശരിക്കും നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അടുത്തുള്ള നാഗരാജ ക്ഷേത്രങ്ങൾ, കാവുകൾ, അപ്പോൾ അവിടെയൊക്കെ നമ്മളിപ്പോൾ ഒരു പക്കപ്പിറന്നാൾ തോറും അല്ലെങ്കിൽ ആയില്യം തോറും ഒക്കെ നമ്മൾ 100 പാലും കഴിക്കുക. പിന്നെ കഴിയുമ്പോഴൊക്കെ മഞ്ഞൾപ്പൊടി വാങ്ങി കൊടുക്കുക. അങ്ങനെ സർപ്പങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ജീവിതത്തിൽ തന്നെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോവുക, അല്ലെങ്കിൽ ഒരു കല്യാണം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ നാഗരെ ഒന്ന് പ്രീതിപ്പെടുത്തുക, ശിവനെ നന്നായി ഭജിക്കുക, നമശിവായ മന്ത്രം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുക. ശിവനാണ് മാല പോലെ ഇട്ടിരിക്കുന്ന ആളല്ലേ ഈ പറഞ്ഞ ആൾ. അപ്പോൾ അതുകൊണ്ട് ശിവൻ മഹാദേവനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരാൾക്ക് കാളസർപ്പമൊന്നും അങ്ങനെ ഏൽക്കില്ല. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.